Okay, partially miscible liquid systems. Okay, a large number of liquids are known which dissolve in one another only to a limited extent. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു രണ്ട് ലിക്വിഡ്സിനെ ഡിസോൾവ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് പാർട്ടിക്കിൾസ്, രണ്ട് ലിക്വിഡിലെയും കുറച്ച് പാർട്ടിക്കിൾസ് മാത്രമേ മിസിബിൾ ഉള്ളൂ, കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യുള്ളൂ. ഓക്കെ, കുറച്ച് ഡിസോൾവ് ചെയ്യാതെ കിടക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? പാർഷ്യലി അവർ ഡിസോൾവ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ എക്സാമ്പിളാണ് ഈതർ ആൻഡ് വാട്ടർ, ഫീനോൾ ആൻഡ് വാട്ടർ, ട്രൈഥൈൽ അമീൻ ആൻഡ് വാട്ടർ, നിക്കോട്ടിൻ ആൻഡ് വാട്ടർ. ഓക്കെ, ആൻഡ് such liquids are known as partially miscible liquid pairs. Okay, when equal volumes of ether and water are shaken, two layers are formed. One of saturated solution of ether in water. This is important. രണ്ട് ലെയർ അവിടെ ഫോം ചെയ്യും. ഒരു ലെയറിൽ ഈഥർ ഇൻ വാട്ടർ ആയിരിക്കും, വാട്ടറിൽ ഈഥർ ആയിരിക്കും. അടുത്ത ലെയറിൽ എന്തായിരിക്കും? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് വാട്ടർ ഇൻ ഈഥർ, വാട്ടറിൽ ഈഥർ ആയിരിക്കും. ആദ്യം എന്താണ്? ഈഥറിൽ ആദ്യത്തെ കേസ് ഈഥർ ഇൻ വാട്ടർ ആണെങ്കിൽ രണ്ടാമത്തെ ലിക്വിഡിൽ എന്തായിരിക്കും? വാട്ടർ ഇൻ ഈഥർ ആയിരിക്കും. ഓക്കെ, ഈഥറിലെ വാട്ടർ, ആദ്യം വാട്ടറിൽ ഈഥർ. ആ സൊല്യൂഷൻസിനെയാണ് നമ്മൾ കോഎക്സിസ്റ്റിംഗ് വിത്ത് വൺ അനദർ. അതുകൊണ്ട് അവരെ കോൺജുഗേറ്റ് സൊല്യൂഷൻസ് എന്നും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ആൻഡ് ദ കോമ്പോസിഷൻ ഓഫ് കോൺജുഗേറ്റ് സൊല്യൂഷൻസ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. അവരുടെ മ്യൂച്വൽ സോലബിലിറ്റി എന്ത് ചെയ്യുന്നു? അപ്പം നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ, ഫീനോൾ വാട്ടർ സിസ്റ്റം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ എത്തുമ്പോഴത്തേക്ക് അവർ എന്ത് ചെയ്യുന്നു? മ്യൂച്വലി സോലബിൾ ആകുന്നു. പക്ഷെ ആ ടെമ്പറേച്ചർ, അറ്റ് എ സർട്ടൺ ടെമ്പറേച്ചർ, ടു കോൺജുഗേറ്റ് സൊല്യൂഷൻസ് മേർജ് ടു ബിക്കം ഐഡന്റിക്കൽ കോമ്പോസിഷൻ. ഐഡന്റിക്കൽ ഇൻ ഞാൻ പറഞ്ഞില്ല, ഫീനോൾ വാട്ടർ സിസ്റ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഒരു ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ, മേ ബി ആ ടെമ്പറേച്ചർ 68.1 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് തോന്നുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് രണ്ടും കംപ്ലീറ്റ്ലി മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് ആയിട്ട് മാറും. നമുക്ക് ഒരു വ്യത്യാസവും അവർ തമ്മിൽ തോന്നത്തില്ല. പക്ഷെ എപ്പോൾ ആ ടെമ്പറേച്ചർ അവിടെ നിന്ന് മാറ്റുന്നോ നമ്മൾ, അപ്പം തന്നെ അവരെന്ത് ചെയ്യുന്നു? രണ്ട് ലെയർ ആയിട്ട് ഫോം ചെയ്യാൻ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഏത് ടെമ്പറേച്ചറിലാണോ നമ്മളുടെ ഈ രണ്ട് കോൺജുഗേറ്റ് സൊല്യൂഷൻസും ഒന്നായി മാറുന്നത്, ഒറ്റ ലെയറായി മാറുന്നത്, ആ ടെമ്പറേച്ചറിനെ നമ്മൾ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ CST എന്ന് വിളിക്കും. നമ്മൾ ലാബുകളിൽ ഇത് ചെയ്യാറുള്ളതാണ്. CST എന്ന് പറയുന്ന ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്നത് നമ്മൾ ചെയ്യാറുള്ളതാണ്. പൊതുവേ നമ്മൾ ഫീനോൾ വാട്ടർ സിസ്റ്റമാണ് ചെയ്യാറ്. ഓക്കെ, ഈ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ അനുസരിച്ച് പാർഷ്യലി മിസിബിൾ ലിക്വിഡ് പെയേഴ്സ് 3 തരത്തിലുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് അപ്പർ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ ടൈപ്പ്. ഇതിൽ മ്യൂച്വൽ സോലബിലിറ്റി എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് എബോവ് എ സർട്ടൺ ടെമ്പറേച്ചർ അവർ രണ്ടുപേരും കംപ്ലീറ്റ്ലി മിസിബിൾ ആകുന്നു. ആൻഡ് ദ ടെമ്പറേച്ചർ അറ്റ് ഓർ എബോവ് വിച്ച് എ പെയർ ഓഫ് പാർഷ്യലി മിസിബിൾ ലിക്വിഡ് ബിക്കം കംപ്ലീറ്റ്ലി മിസിബിൾ ഇൻ ഓൾ പ്രൊപ്പോർഷൻസ് ഈസ് കോൾഡ് അപ്പർ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഫീനോൾ വാട്ടർ സിസ്റ്റം, മെഥനോൾ സൈക്ലോഹെക്സൈൻ സിസ്റ്റം, കാർബൺ ഡൈസൾഫൈഡ് മെഥനോൾ സിസ്റ്റം. ഇവരൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. So we are explaining with an example of phenol water system. Okay, variation of mutual solubility of phenol and water with the temperature. See, ഇവിടെ ഇതാണ് ടെമ്പറേച്ചറിൻ്റെ മിസിബിലിറ്റി ടെമ്പറേച്ചർ. ഓക്കെ, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടും തോറും ദേ ആർ ബിക്കമിങ് അവർ എവിടെയോ എന്തോ സോലുബിൾ ആയി തുടങ്ങുകയാണ്. And at this temperature 68.1 degrees Celsius they are completely miscible liquid. But as we drop down the temperature, ആ ലിക്വിഡ്സ് വീണ്ടും എന്തോ ആവുകയാണ്? പാർഷ്യലി മിസിബിൾ ആകാനുള്ള ഒരു സ്റ്റേജിലേക്കാണ് അവർ വരുന്നത്. ഓക്കെ, അതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, മേ ബി അവർ 36.1% എന്ന് പറയുന്ന കോമ്പോസിഷനിലാണ് അവരെന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ്ലി മിസിബിൾ ആകുന്നത്. ഓക്കെ, ഫ്രം ദ ഫിഗർ ഇറ്റ് ഈസ് എവിഡന്റ് ദാറ്റ് സോലബിലിറ്റി ഓഫ് ഫീനോൾ ഇൻ വാട്ടർ ആസ് വെൽ ആസ് വാട്ടർ ഇൻ ഫീനോൾ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അവിടെ രണ്ട് ലെയേഴ്സ് ഉണ്ട്. ആ രണ്ട് ലെയേഴ്സിൽ എന്താണുള്ളത്? ഫസ്റ്റ് ലെയറിൽ ഫീനോൾ ഇൻ വാട്ടർ ആണെങ്കിൽ സെക്കൻഡ് ലെയറിൽ വാട്ടർ ഇൻ ഫീനോൾ ആയിരിക്കും. ആ രണ്ട് ലെയറാണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, രണ്ട് സൊല്യൂഷൻ കർവ്സും മീറ്റ് ചെയ്യുന്നത് മാക്സിമത്തിൽ ഒരു ടെമ്പറേച്ചർ കോമ്പോസിഷൻ കർവിലാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ദിസ് പോയിന്റ് കറസ്പോണ്ട്സ് ടു ടെമ്പറേച്ചർ 68.1 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് കോമ്പോസിഷൻ 36.1% ഓഫ് ഫീനോൾ. ഓക്കെ, സോ ദ അപ്പർ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? CST ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? 68.1 ഡിഗ്രി സെൽഷ്യസ്. അറ്റ് എനി ടെമ്പറേച്ചർ എബോവ് 68.1 ഡിഗ്രി സെൽഷ്യസ് ഫീനോളും ഈ ടെമ്പറേച്ചറിൻ്റെ മുകളിൽ എന്താണ്? ഫീനോൾ ആൻഡ് വാട്ടർ എന്താണ്?
കംപ്ലീറ്റ്ലി മിസിബിൾ ആണ് ഈ ടെമ്പറേച്ചറിൻ്റെ മുകളിലെല്ലാം. ഓക്കെ, ഔട്ട്സൈഡ് ദ കർവ് സിസ്റ്റം ഹോമോജിനസ് ആണ്, ഓൺലി വൺ ലെയർ എക്സിസ്റ്റ്. ഓക്കെ, ഇവിടെ എല്ലാം ഒരു ലെയർ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പാണ് ലോവർ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ. ഓക്കെ, ഇൻ ദിസ് ടൈപ്പ് മ്യൂച്വൽ സോലബിലിറ്റി എന്ത് ചെയ്യുകയാണ്, ഡിക്രീസസ് വിത്ത് ആസ് വി ഇൻക്രീസസ് ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചറിനൊപ്പം ഡിക്രീസ് ചെയ്യുന്നു. സോ ബിലോ എ സർട്ടൺ ടെമ്പറേച്ചർ ഈ രണ്ട്, അപ്പം കൺസെപ്റ്റ് അത് തന്നെയാണ്, ഏതോ ഒരു ടെമ്പറേച്ചറിൽ ഇവർ കംപ്ലീറ്റ്ലി സോലബിൾ ആകുന്നു, ബട്ട് അതിന് ഡിഫറെൻറ്റ് ടൈപ്പുകൾ ഉണ്ടെന്നേ ഉള്ളൂ. So temperature at or below which a pair of partially miscible liquid become completely miscible in all proportions. അവരെയാണ് നമ്മൾ ലോവർ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ എന്ന് പറയാറ്. ഓക്കെ, ആൻഡ് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ട്രൈഥൈൽ അമീൻ വാട്ടർ സിസ്റ്റം, ഡൈഥൈൽ അമീൻ വാട്ടർ സിസ്റ്റം, 1-methyl piperidine വാട്ടർ സിസ്റ്റം എക്സെട്ര. സോ ട്രൈഥൈൽ അമീൻ വാട്ടർ സിസ്റ്റം വെച്ച് നമ്മൾ പറയുകയാണ്, ഓക്കെ, ഇതാണ് അതിൻ്റെ കർവ് എന്ന് പറയുന്നത്. സി, നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കും തോറും അവരെന്ത് ചെയ്യുകയാണ്, ഒറ്റ ഫേസിലോട്ട് വരികയാണ്. ആൻഡ് ഈ പോയിന്റിൽ, ഈ ടെമ്പറേച്ചറിലാണ് അവരെന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി മിസിബിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ബിലോ ഈ ടെമ്പറേച്ചറിൽ അവരെന്തായിരിക്കും, വൺ ഫേസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്, കംപ്ലീറ്റ്ലി മിസിബിൾ ആണ്. ബട്ട് അബോവ് ദിസ് ടെമ്പറേച്ചർ, നമ്മൾ ഈ ടെമ്പറേച്ചറിൽ അബോവ് ദിസ് ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ അവരെന്തായിരിക്കും, പാർഷ്യലി മിസിബിൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ രണ്ട് പേര് കാണും, ട്രൈമിഥൈൽ അമീൻ ഇൻ വാട്ടറും വാട്ടർ ഇൻ ട്രൈമിഥൈൽ അമീൻ എന്ന രീതിയിലായിരിക്കും ഇവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 18.5 ഡിഗ്രി സെൽഷ്യസ് ഈസ് ദ ലോവർ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബോത്ത് അപ്പർ ആൻഡ് ലോവർ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ഗീവ്സ് എ ക്ലോസ്ഡ് സോലിബിലിറ്റി കർവ്. ഒരു ക്ലോസ്ഡ് സോലിബിലിറ്റി കർവ് ആയിരിക്കും ഇവർക്ക് വരുന്നത്. ആൻഡ് പ്രോസസ് അപ്പർ ആൻഡ് ലോവർ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്ന രണ്ട് ടെമ്പറേച്ചർ അവർക്കുണ്ടാവും. ഓക്കെ, നിക്കോട്ടിൻ വാട്ടർ ആണ് അതിൻ്റെ എക്സാമ്പിൾ, ഗ്ലിസറോൾ എംടോളുഡിൻ, വാട്ടർ ടു മിഥൈൽ പിപ്പരിഡീൻ എക്സെട്ര ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. സി, വാട്ടർ 1-methyl piperidine വാട്ടർ എന്ന് പറയുന്നത് ലോവർ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ ടൈപ്പ് ആണെങ്കിൽ, വാട്ടർ 2-methyl piperidine എന്ന് പറയുന്നത് എന്താണ്, അപ്പർ ആൻഡ് ലോവർ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ ആണ്. സോ നമ്മൾ നിക്കോട്ടിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു ക്ലോസ്ഡ് സോലിബിലിറ്റി കർവ് ആണ് വന്നിരിക്കുന്നത്. ഇൻസൈഡ് ദ കർവ് അവർ രണ്ട് ഫേസിൽ എക്സിസ്റ്റ് ചെയ്യും, നിക്കോട്ടിൻ ഇൻ വാട്ടർ ആൻഡ് വാട്ടർ ഇൻ നിക്കോട്ടിൻ. ബട്ട് ഔട്ട്സൈഡ് ദ കർവ് അതെന്ന് പറഞ്ഞാൽ അപ്പർ CST എന്ന് പറയുന്നത് 208 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിൻ്റെ മുകളിലുള്ള എല്ലാ ടെമ്പറേച്ചേഴ്സിലും ഇവർ വൺ ഫേസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സോലബിൾ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ലോവർ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 61 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബിലോ ദിസ് ടെമ്പറേച്ചർ അവർ എന്ത് ചെയ്യുന്നു, ദേ എക്സിസ്റ്റ് ആസ് വൺ ഫേസ്, ദേ ആർ കംപ്ലീറ്റ്ലി മിസിബിൾ. അതാണ് ഇവിടെ പറയുന്നത്. Okay, between 208 and 61 degree, nicotine and water are only partially miscible and separate in two layers. But above upper critical solution temperature and below low critical solution temperature, അവർ എന്തായിരിക്കും, കംപ്ലീറ്റ്ലി മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് ആയിട്ടായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു എന്താണ് പാർഷ്യലി മിസിബിൾ ലിക്വിഡ്സിൻ്റെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എഫക്റ്റ് ഓഫ് ഇംപ്യൂരിറ്റി ആണ്. മിസിബിലിറ്റി ടെമ്പറേച്ചറിൽ എങ്ങനെ ഒരു സൊല്യൂഷനിൽ ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ അതെങ്ങനെ മിസിബിലിറ്റി ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ അതൊരു ക്യാരക്ടറാണ്. ആൻഡ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് വെരി മച്ച് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇമ്പ്യൂരിറ്റി ഏതെങ്കിലും ഒരു ലിക്വിഡ്സിൽ സോലബിൾ ആണെങ്കിൽ മ്യൂച്വൽ സോലബിലിറ്റീസ് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ അപ്പർ CST കൂടുകയും ലോവർ CST ലോവർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ 1% ഓഫ് NaCl എക്സാമ്പിളാണ്. CST ഓഫ് ഫീനോൾ വാട്ടർ സിസ്റ്റത്തിനെ 12 ഡിഗ്രി സെൽഷ്യസ് വരെ റേസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ 61 എന്തായിരുന്നു ടെമ്പറേച്ചർ, 68.1 ആണെങ്കിൽ അതിൻ്റെ 12 ഡിഗ്രി വരെ റേസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ അബൌട്ട് 0.1 മോളാർ നാഫ്തലിന് ഓഫ് വാട്ടർ റേസസ് CST ഓഫ് ഫീനോൾ വാട്ടർ സിസ്റ്റം ബൈ 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇഫ് ഇമ്പ്യൂരിറ്റി ഇതെന്ന് പറഞ്ഞാൽ ഏത് കേസായിരുന്നു, ഇമ്പ്യൂരിറ്റി ഏതെങ്കിലും ഒരു ലിക്വിഡിലാണ് സോലബിൾ എങ്കിൽ. ഇഫ് ദ ഇമ്പ്യൂരിറ്റി ഈസ് സോലബിൾ ഇൻ ബോത്ത് ദ ലിക്വിഡ്സ്, ഇപ്പോൾ മ്യൂച്വൽ സോലബിലിറ്റി ഓഫ് ദ ലിക്വിഡ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അപ്പർ CST എന്ത് ചെയ്യുന്നു, ലോവർ ചെയ്യുന്നു. പക്ഷെ ലോവർ CST എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഓക്കെ,
For phenol, for example, 0.98% sodium oleate lowers CST of phenol water system by 43.7 degrees Celsius. Okay. ഇവിടെ എന്ത് സംഭവിച്ചു? അപ്പർ CST, നമ്മുടെ ഫീനോൾ വാട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അപ്പർ ക്രിട്ടിക്കൽ സൊല്യൂഷൻ ടെമ്പറേച്ചറിൻ്റെ എക്സാമ്പിൾ അല്ലേ. അതിൻ്റെ എന്ത് ചെയ്തു? അപ്പർ CST എന്ത് ചെയ്തു? ലോവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ട്രൈഥൈൽ അമീൻ വാട്ടർ സിസ്റ്റം ആണ് എടുത്തെങ്കിൽ അത് ലോവർ CSTയുടെ എക്സാമ്പിളാണ്. സോ ലോവർ CST അവിടെ എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? കൂടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അതാണ് എക്സാമ്പിളായിട്ട് എടുത്തിരുന്നെങ്കിൽ. അടുത്തെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇമ്മിസിബിൾ ലിക്വിഡ് പെയർസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്മിസിബിൾ ലിക്വിഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് ആഡ് ചെയ്യുമ്പോൾ അടുത്തൊരു ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടീസിന് ഒരു പ്രശ്നവും വരുന്നില്ല. വിൽ നോട്ട് എഫക്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് അതർ. അതിൻ്റെ സ്വന്തമായിട്ടുള്ള വേപ്പർ പ്രഷർ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പ്രസൻസ് ഓഫ് അതർ. അപ്പോൾ ടോട്ടൽ വേപ്പർ പ്രഷർ ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ വേപ്പർ പ്രഷേഴ്സ് എന്ന് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. P = PA + PB. If two immiscible liquid pairs be distilled, boiling point will be the temperature at which vapor pressures is equal to that of atmospheric pressure. എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സിനെ നമ്മൾ ഡിസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്ന ടെമ്പറേച്ചർ എന്തായിരിക്കും? Which will be the sum of vapor pressures which is equal to atmospheric pressure. ഓക്കെ, ഈ ഒരു ഫെനോമിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ടെക്നിക്കിനെ അപ്ലൈ ചെയ്യുന്നത്. സോ ഇത് ഇവിടെ ഓർമ്മ വേണം. Okay, so liquid mixture will boil at a temperature lower than at which either of the components will boil. എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ലിക്വിഡ്സ് എടുക്കുകയാണ്, സേ A ആൻഡ് B. A ബോയിൽ ചെയ്യുന്നത് 100-ലാണ്, B ബോയിൽ ചെയ്യുന്നത് 180-ലാണെങ്കിൽ ഇവരുടെ മിക്സ്ചർ ബോയിൽ ചെയ്യുന്നത് ഈ രണ്ട് ടെമ്പറേച്ചേഴ്സിൻ്റെയും താഴെയായിരിക്കും. ഓക്കെ, boiling point of mixture of immiscible liquid will be lower than the boiling point of any one of the pure constituents. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് സ്റ്റീം ഡിസ്റ്റിലേഷൻ.